ബുൾസൈ എഗ് റോസ്റ്റ്. ആ പേര് തന്നെ എല്ലാം ഉണ്ടല്ലേ. അതെ, എഗ് റോസ്റ്റ് ആണ്. എന്നാലോ മുട്ട പുഴുങ്ങൊന്നും വേണ്ട. ബുൾസൈയിലാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്കൊരു പാൻ ചൂടാക്കി 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില മൂപ്പിച്ച് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് 2 വലിയ സവാള അരിഞ്ഞതും 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് സവാള നല്ലോണം വഴണ്ട് വരുന്ന വരെ വഴറ്റിയെടുക്കണം. ഈ റോസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴേ അതിപ്പോൾ എന്ത് റോസ്റ്റ് ആണെങ്കിലും സവാള നല്ലോണം ബ്രൗൺ കളർ ആവുമ്പോഴാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വഴണ്ട് വരുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ എരിവ് കുറഞ്ഞ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിയും കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുക. പൊടികളൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി കഷ്ണങ്ങൾ നല്ലപോലെ ഉടഞ്ഞു വരണം കേട്ടോ. ഈ ഒരു പരുവത്തിൽ വരുമ്പോൾ ഏകദേശം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2 നുള്ളി ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് നമുക്ക് ഓരോ മുട്ടയായിട്ട് പല ഭാഗത്തായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത്തിരി കുരുമുളക് പൊടിയും ഉപ്പും എഗ്ഗിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാൻ നമുക്ക്. ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം